കിറ്റെക്സ്, അന്ന അലുമിനിയം കമ്പനികളുടെ സ്ഥാപകനായ MC ജേക്കബിൻ്റേത് ഒരു വ്യവസായം മാത്രമായിരുന്നില്ല. പിന്നെയോ പൊതുസമൂഹവും സ്വന്തം കുടുംബം പോലും അകത്തളങ്ങളിൽ അടച്ചിടുകയോ വീടിനും നാടിനും ശാപമായി കണക്കാക്കുകയോ ചെയ്തിരുന്ന വികലാംഗരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അന്നന്നത്തെ അപ്പം നേടുവാനും അന്തസ്സോടെ ജീവിക്കുവാനും വീടിനും കുടുംബത്തിനും അത്താണിയാകുവാനും പ്രാപ്തരാക്കുകയും ചെയ്ത പുണ്യപ്രസ്ഥാനമാണ്. 1968 കിഴക്കമ്പലത്ത് വെറും 8 ജീവനക്കാരുമായി ആരംഭിച്ച പ്രസ്ഥാനത്തെ പ്രശസ്ത ന്യായാധിപനും സാമൂഹിക ചിന്തകനായിരുന്ന VR കൃഷ്ണയ്യർ ചിത്രീകരിച്ചത് ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായാണ്. തന്നോടൊപ്പം പ്രവർത്തിക്കുന്നവരെ എല്ലാ തരത്തിലും വളർത്തിയെടുക്കുവാനും സഹായിക്കുവാനും ജേക്കബ് കാണിച്ച സ്നേഹമായിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ ശക്തി. 2010 അദ്ദേഹത്തിന് കേരള സർക്കാർ സമ്മാനിച്ച ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന്റെ ഭാഗമായി ലഭിച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ച് നാട്ടിലെ പരമദരിദ്രരായ 200 കുടുംബങ്ങൾക്ക് പ്രതിമാസ പെൻഷൻ പദ്ധതി ഏർപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്തത്. സർക്കാരിന്റെ പീഡനം മൂലം അദ്ദേഹത്തിന്റെ പുത്രൻ സാബു ജേക്കബിനും അദ്ദേഹം സ്ഥാപിച്ച കിറ്റെക്സിന്റെ പുത്തൻ തലമുറയ്ക്കും കേരളത്തിൽ ആരംഭിക്കുവാൻ ഉദ്ദേശിച്ചിരുന്ന വൻ വികസന പദ്ധതികൾ ഉപേക്ഷിക്കേണ്ടി വരുന്നതും തമിഴ്നാട്ടിലേക്കോ മറ്റേതെങ്കിലും അന്യ സംസ്ഥാനത്തേക്കോ പോകേണ്ടി വരുന്നതോ കേരള സർക്കാരിന് മാത്രമല്ല, കേരളത്തിനാകെ നഷ്ടമാണ് എന്ന് മാത്രമല്ല, അപമാനകരവുമാണ്. 3500 കോടിയുടെ വികസന പദ്ധതികളാണ് ഉപേക്ഷിക്കുന്നു എന്ന് സാബു പ്രഖ്യാപിച്ചിട്ടുള്ളത്. 10,000 പേർക്ക് ഇപ്പോൾ തന്നെ ജോലി കൊടുക്കുന്ന വലിയ പ്രസ്ഥാനമാണ് കിറ്റെക്സ്. 35,000 പേർക്ക് കൂടി ജോലി കിട്ടുന്ന സംരംഭമാണ് ഉപേക്ഷിക്കപ്പെടുന്നത്. അതിന് സർക്കാർ സമ്മതിക്കരുത്. സാബുവിനെ അനുനയിപ്പിക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യവസായ മന്ത്രി P രാജീവും രംഗത്തിറങ്ങിയത് നല്ല സൂചനയാണ്. ഒരു വ്യവസായ സ്ഥാപനത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ അന്യായമായി പീഡിപ്പിച്ചുവെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകണം. സാബു 76 വ്യവസായ നിയമങ്ങൾ ലംഘിക്കുന്നതായി പറയുന്നവർ മറ്റ് വ്യവസായങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്ന ചോദ്യമുണ്ട്. തൃശ്ശൂരിൽ ശോഭാ സിറ്റിക്കാരോടും കൊച്ചിയിൽ ലുലുമാളുകാരോടും കാണിച്ച ഔദാര്യം ആർക്കാണ് അറിയാത്തത്? കിറ്റെക്സിലെ തൊഴിലാളി ചൂഷണങ്ങളെക്കുറിച്ച് പറയുന്ന ഡിഫിക്കാർ IT മേഖലയിലെ സ്ഥിതി അറിയാത്തവരല്ലോ. സ്വാശ്രയ കോളേജുകൾക്കെതിരെ ഇന്നത്തെ ഡിഫിക്കാരുടെ ചേട്ടന്മാർ നടത്തിയ സമരം മറന്നു? പരിയാരം മെഡിക്കൽ കോളേജ്, നെടുമ്പാശ്ശേരി വിമാനത്താവളം, ഇങ്ങനെ ഡിഫിക്കാർ എതിർത്ത എത്രയോ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഡിഫിക്കാരുടെ യജമാന്മാർ നടത്തുന്നത്. സ്വാശ്രയ സ്ഥാപനങ്ങൾക്കെതിരെ സമരം നടത്തിയ ഡിഫിക്കാർക്ക് ഇപ്പോൾ എത്ര സ്വാശ്രയ സ്ഥാപനങ്ങൾ സ്വന്തമായുണ്ട്? സാബുവിൻ്റെ ആക്ഷേപങ്ങൾ എങ്ങനെയാണ് സർക്കാർ ന്യായീകരിക്കുക? ട്രിപ്പിൾ ലോക്ക്ഡൗൺ കാലത്ത് 11 വട്ടമാണ് ഉദ്യോഗസ്ഥർ കിറ്റെക്സ് സ്ഥാപനങ്ങളിൽ റെയ്ഡോ പരിശോധനയോ നടത്തിയത്. ഒരു മുന്നറിയിപ്പുമില്ലാതെ 10ഉം 50ഉം ഉദ്യോഗസ്ഥന്മാർ സ്ഥാപനത്തിലേക്ക് പാഞ്ഞു കയറുക, അവിടെയുള്ള വനിതാ ജീവനക്കാർ അടക്കമുള്ളവരെ പുലഭ്യം പറഞ്ഞുകൊണ്ട് ചുറ്റി നടക്കുക, ഒരു പരിശോധനയിലൂടെയും ഒന്നും കണ്ടെടുക്കാനാവാതെ വരിക, പരിശോധനയിലൂടെ എന്ത് കണ്ടെടുത്തു എന്ന് ആരോടും പറയാതിരിക്കുക. ഇതെല്ലാം ആ സ്ഥാപനത്തെ ഇല്ലാതാക്കുവാൻ, അല്ലെങ്കിൽ പിന്നെ എന്തിന്? രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കുവാൻ വകുപ്പില്ലാത്തതുകൊണ്ട് അത് ചെയ്യുന്നില്ലെന്ന് മാത്രം എന്ന് തോന്നിപ്പോകില്ലേ? 1968 കിഴക്കമ്പലത്ത് ആരംഭിച്ച ഈ നല്ല സ്ഥാപനത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഗ്രഹണക്കാലമല്ലിത്. 1979 CITU നടത്തിയ അനിശ്ചിതകാല സമരത്തിലൂടെ കിറ്റെക്സിനെ ഇല്ലാതാക്കുവാൻ നടത്തിയ ശ്രമങ്ങളെ സമർത്ഥമായി അതിജീവിച്ചാണ് അവർ ഈ നിലയിലെത്തിയത്. അക്കാലത്ത് മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരനായ C അച്യുതമേനോൻ സഖാക്കളോട് ചോദിച്ചു, ഇത്തരം സമരങ്ങൾ നമ്മുടെ നാട്ടിലെ വ്യവസായവൽക്കരണത്തെ ആകെ പിന്നോട്ടടിക്കുകയില്ലേ? അതുകൊണ്ടൊന്നും സഖാക്കൾ അടങ്ങിയില്ല. പക്ഷെ സമരത്തിൽ പങ്കെടുത്ത തൊഴിലാളികൾ ഓരോരുത്തരായി ജോലിക്ക് കയറി. കുറെ പേർ പെരുവഴിയിലുമായി. 1968 8 ജീവനക്കാരുമായി MC ജേക്കബ് ആരംഭിച്ചതാണ് അന്ന അലുമിനിയം കമ്പനി. അത് വളർന്നാണ് ഇന്നത്തെ കിറ്റെക്സ് ഗ്രൂപ്പ് ആകുന്നത്. തൊഴിലാളികളോട് പ്രത്യേക താല്പര്യം കാണിക്കുന്ന മുതലാളിയായിരുന്നു ജേക്കബ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ വികലാംഗർക്കും അവസരങ്ങൾ ഒരുക്കി. പോളിയോ ബാധിച്ച ബാബുവും പൊക്കം കുറവായിരുന്ന രവിയും ആ ജീവനക്കാരിൽപ്പെട്ടു. അവർ പരിമിതികളില്ലാത്തവരെക്കാൾ മികച്ച രീതിയിൽ ജോലി ചെയ്തു. അവർക്ക് മറ്റുള്ളവരെക്കാൾ ജേക്കബ് 2 രൂപ ദിവസം കൂടുതൽ കൂലി കൊടുക്കുകയായി. അക്കാലത്ത് 8.33% ബോണസായിരുന്നു നാട്ടുനടപ്പെങ്കിൽ ജേക്കബ് 19% ബോണസ് കൊടുത്തു. 3 തവണയായി അത് വിതരണം ചെയ്തു. തങ്ങളുടെ ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരത്തിൽ കർക്കശ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് ജേക്കബിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ വില കൂടുതലായി. കേരളത്തിന് വെളിയിൽ നിന്നും വരുന്ന ഉൽപ്പന്നങ്ങളോട് മത്സരിക്കാനാവാത്ത നില വന്നു. കടം 45 ലക്ഷമായി. അക്കാലത്താണ് തമിഴ്നാട്ടിൽ പവർ കട്ട് വന്നത്. ഫാക്ടറികൾ അടഞ്ഞു. അതോടെ ജനം അന്നയുടെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുകയായി. പിന്നീട് ഗുണനിലവാരമുള്ള അന്ന കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ നല്ല ഡിമാൻഡായി.
1975-ലാണ് അലുമിനിയം കമ്പനി വസ്ത്രനിർമ്മാണത്തിനും തുടക്കം കുറിക്കുന്നത്. 1980-ൽ തൊഴിൽദാന പരിപാടിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന് അനുവദിച്ച 3900 പവർ തറികളിൽ 400 എണ്ണം സർക്കാർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് ജേക്കബ് ഏറ്റെടുത്ത് ഗുണഭോക്താക്കൾക്ക് നൽകുകയായിരുന്നു. 404 പവർ തറികൾക്ക് പ്രവർത്തിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ജേക്കബ് ഉണ്ടാക്കിക്കൊടുത്തു. അവരുടെ ഉൽപ്പന്നങ്ങൾ അദ്ദേഹം വാങ്ങി. ഇങ്ങനെ സ്വന്തമായി വ്യവസായികളായവരിൽ 100 പേരോളം ബധിരരും മൂകരുമായിരുന്നു. അവർക്ക് താമസ സൗകര്യവും അവിടെ അക്കാലത്ത് ടെലിവിഷൻ അടക്കമുള്ള സൗകര്യങ്ങളും അദ്ദേഹം ഏർപ്പെടുത്തി. തൊഴിലാളികളുമായി വിനോദയാത്രയ്ക്ക് പോവുക തുടങ്ങിയ ഉല്ലാസ പരിപാടികളും ഏർപ്പെടുത്തി. വരുമാനം പ്രതിമാസം 700 രൂപയിൽ കുറവായിരുന്നവർക്ക് 2 മക്കളുടെ പഠനച്ചെലവിലേക്ക് മാസം 50 രൂപ വീതം കൊടുത്തു. അങ്ങനെ ജീവനക്കാരും ജേക്കബും ഒരു കുടുംബം പോലെ ജീവിച്ചു വന്നപ്പോഴാണ് CITU അവിടെ കൂടുവയ്ക്കാൻ എത്തുന്നത്. വലിയ വാഗ്ദാനങ്ങൾ നൽകി തൊഴിലാളികളെ വശീകരിച്ചു. സ്ഥാപനത്തിൽ പണിമുടക്കായി. ആ പണിമുടക്കിൽ വല്ലാതെ ആടി ഉലഞ്ഞെങ്കിലും വീണുടയാതെ ജേക്കബ് തേര് തെളിച്ചു. അങ്ങനെ തീയിലൂടെ കടന്നു വന്ന ഒരു സ്ഥാപനത്തെയാണ് വെയിലുണ്ടാക്കി നശിപ്പിക്കുവാൻ സർക്കാരും രാഷ്ട്രീയക്കാരും നോക്കുന്നത്. കിഴക്കമ്പലത്ത് വളർന്നു വരുന്ന 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഭയമുണ്ടാക്കുന്നത് എന്ന് വ്യക്തം. രാഷ്ട്രീയ രംഗത്ത് പുതിയ ശൈലിയായിട്ടുണ്ട് 2020. 1-2 പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ച അവർ ആ നാട്ടിലെ മുഖം മാറ്റുന്ന പരിഷ്കാരങ്ങളും പദ്ധതികളുമാണ് നടപ്പാക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഈ പകപോക്കൽ എന്ന് വ്യക്തം. കാര്യങ്ങൾ സ്വയം പഠിക്കാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് പറയുന്നവരുടെ ഗണത്തിൽപ്പെടുന്നവനല്ല PT തോമസ്. അതുകൊണ്ട് തന്നെ കിറ്റക്സ് ഫാക്ടറികൾ ഉണ്ടാക്കുന്ന പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ആക്ഷേപങ്ങളെ കണ്ണടച്ച് ആരും തള്ളിക്കളയില്ല. കടമ്പറയാറ്റിലെ ശുദ്ധജലം ഉപയോഗിക്കുന്ന 10 ലക്ഷം പേർക്ക് വേണ്ടിയാണ് താൻ വാദിക്കുന്നത് എന്നാണ് തോമസിന്റെ നിലപാട്. തോമസിനെതിരെ 100 കോടി രൂപയുടെ മാനനഷ്ടത്തിനാണ് സാബു കേസ് കൊടുത്തിരിക്കുന്നത്. കിറ്റക്സ് മൂലം ഇത്തരം ഒരു സാമൂഹിക ദുരന്തമുണ്ടാകുന്നത് ആ സ്ഥാപനത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതയാർന്ന പാരമ്പര്യത്തിനും നിരക്കില്ല. വഴക്കുകൾ അവസാനിപ്പിക്കുന്നതാണ് നാടിനും നാട്ടുകാർക്കും നല്ലത്. അതാണ് ഉണ്ടാവേണ്ടത്. സാബുവിനും കിറ്റക്സിനും കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള സൗകര്യമുണ്ടാക്കണം. 1950-കൾ വരെ ഭാരതത്തിലെ ഏറ്റവും മികച്ച വ്യവസായങ്ങളുടെ നാടായിരുന്ന നമ്മുടെ കേരളം ഇന്ന് വ്യവസായങ്ങളുടെ ശവപ്പറമ്പാക്കിയത് തൊഴിലാളികൾക്ക് വേണ്ടിയല്ല, സംഘടനകൾക്കും അതിലെ ഏതാനും നേതാക്കൾക്കും വേണ്ടിയാണ്. ആ സംസ്കാരം തുടരുന്നത് വിനാശകരമാണ്.